കൊല്ലത്ത് AK ഹഫീസ് മേയറായിരിക്കുന്നു. 27 വോട്ടുകളാണ് ഹഫീസിന് ലഭിച്ചത്. ഷമീർ അബ്ദുൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, എന്തായാലും UDF-ന് ചരിത്രത്തിലാദ്യമായി കൊല്ലം കോർപ്പറേഷനിൽ ഒരു മേയർ. തീർച്ചയായിട്ടും രജീഷ്, സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. 27 വോട്ടുകൾ നേടി, അതായത് ആദ്യ റൗണ്ടിൽ SDPയെ പിന്തുണച്ചെങ്കിലും രണ്ടാം റൗണ്ടിൽ SDPയുടെ പിന്തുണ ലഭിച്ചില്ല. SDPയെ വിട്ടു നിൽക്കുകയായിരുന്നു. BJPയും വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു. ഇപ്പോൾ മേയറുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ജില്ലാ കളക്ടർ ദേവിദാസാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന. ഏതാണ്ട് 25 വർഷത്തിന് ശേഷം UDF-ന് ഒരു മേയർ കൊല്ലം കോർപ്പറേഷൻ ലഭിക്കുന്നു. അതിന്റെ ചടങ്ങുകളാണ്. ഇടതുപക്ഷത്ത് മത്സരിച്ചിരുന്ന രാജേന്ദ്രൻ, അദ്ദേഹം 16 വോട്ടുകൾ നേടി. അവർക്ക് ലഭിച്ച 16 വോട്ടുകളും അവർക്ക് തന്നെ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുകയാണ്. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ താൽസല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്തായാലും കൊല്ലത്ത് ഉജ്ജ്വലമായ വിജയമാണ് UDF കുറിച്ചത്.